നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ, ലാ ലീഗയിലെ ടോപ്പ് സ്കോറർ, ഈ രണ്ടു പേരുടെയും ഗോളടി മേളം പക്ഷെ നമുക്ക് യൂറോ കപ്പിൽ കാണാൻ പറ്റില്ല. യൂറോ കപ്പിന് അവരുടെ ടീം യോഗ്യത നേടിയിട്ടില്ല. അതെ, ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും മികച്ച രണ്ട് ലീഗുകളിലെ ടോപ്പ് സ്കോറർമാർ ഒറ്റ രാജ്യത്ത് നിന്നാണ്, നോർവേയിൽ നിന്നാണ്. ആ ടീം പക്ഷേ യൂറോ കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടില്ല. നോക്കാം നമുക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ ആരാ? അത് എല്ലാവർക്കും അറിയാം, ഏർലിംഗ് ഹാലൻഡാണ്. ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം രണ്ടാം തവണയാണ് പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോറർ പട്ടം സ്വന്തമാക്കുന്നത്. ഈ സീസണിൽ അദ്ദേഹം 27 ഗോളുകളാണ് അടിച്ചു കൂട്ടിയത്. സിറ്റി ചാമ്പ്യന്മാരാവുകയും ചെയ്തു. 22 ഗോളുകളുള്ള കോൾ പാൽമർ രണ്ടാം സ്ഥാനത്തെ എത്തിയുള്ളൂ. അലക്സാണ്ടർ ഐസക്കിന് 21 ഗോളുകളേ ഉള്ളൂ. അദ്ദേഹം മൂന്നാമതാണ്. പ്രീമിയർ ലീഗ് അവസാനിച്ചു. അതേസമയം ലാലിഗയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ലാലിഗയിൽ ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു കളിയിൽ നമ്മൾ കണ്ടു, റയൽ മാഡ്രിഡിന്റെ വലയിലേക്ക് 4 ഗോളുകളാണ് അലക്സാണ്ടർ സൊർലോത്ത് അടിച്ചു കൂട്ടിയത്. അദ്ദേഹമാണ് ഇപ്പോൾ ലാലിഗയിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് എന്ന കാര്യം കൂടി നോക്കുക. അലക്സാണ്ടർ സൊർലോത്ത് കളിക്കുന്നത് VRL വേണ്ടിയിട്ടാണ്. 23 ഗോളുകളാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത്. ആറ്റം ഡൗബിക്കിനെ മറികടന്നു. ഡൗബിക്കിന് 21 ഗോളുകളാണുള്ളത്. ചുരുക്കത്തിൽ ഈ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചാൽ പിന്നെ നോർവേയുടെ മുന്നേറ്റ നിരയിൽ ഗോളടി മേളമാവും എന്ന് കരുതിയെങ്കിൽ തെറ്റി. അവരുടെ ടീമിന് യൂറോ കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യൂറോ കപ്പിനുള്ള ക്വാളിഫയിങ് റൗണ്ടിൽ നോർവേ ഫിനിഷ് ചെയ്തത് നോക്കുക. നോർവേ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് എയിലാണ്. ഗ്രൂപ്പ് എയിൽ അവർ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അവിടെ നിന്ന് 1-ാം സ്ഥാനം സ്പെയിനായിരുന്നു. 8 കളി 21 പോയിന്റ്. സ്കോട്ട്ലൻഡ് 8 കളി 17 പോയിന്റ്. അവർ മുന്നോട്ട് പോയി. അതേസമയം നോർവേക്ക് 8 കളി കളിച്ചിട്ട് ജയിക്കാനായത് വെറും 3 കളികളായിരുന്നു എന്നത് ശ്രദ്ധിക്കുക. 2 സമനിലയും 3 തോൽവികളുമായിരുന്നു ഫലം. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിന്റെ അടുത്ത് പോലും ഏർലിംഗ് ഹാലൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. ലുക്കാക്കു ആണ് 14 ഗോളുകളുമായിട്ട് യൂറോ ക്വാളിഫയറിൽ ടോപ്പ് സ്കോറർ ആയതെങ്കിൽ ക്രിസ്ത്യാനോ 10 ഗോളുകളുമായി രണ്ടാമതും, കിലിയൻ എംബാപ്പെ 9 ഗോളുകളുമായിട്ട് മൂന്നാമതും, ഹാരി കെയ്ൻ 8 ഗോളുകളുമായിട്ട് നാലാമതും, റാസ്മസ് ഹോയ്ലൻഡ് 7 ഗോളുകളുമായിട്ട് 5-ാമതും ഉണ്ടായിരുന്നു. പക്ഷേ ഏർലിംഗ് ഹാലൻഡും സൊർലോത്തും ഒരുമിച്ച് ശ്രമിച്ചിട്ടും അവരുടെ ടീമിനെ യൂറോ കപ്പിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും യൂറോ കപ്പിൻ്റെ നഷ്ടങ്ങളുടെ ഗണത്തിൽ നമ്മൾ ആദ്യം എണ്ണേണ്ട പേരിൽ ഒന്ന് ഏർലിംഗ് ഹാലൻഡേതാണ്, മറ്റൊന്ന് അലക്സാണ്ടർ സൊർലോത്തിൻ്റെതും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.